പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഓങ്കാര ശബ്ദമാണ്. ഈ പ്രപഞ്ചം ഉണ്ടായതിന് ശേഷം ആദ്യമുണ്ടായ ശബ്ദം ഓങ്കാരം തന്നെയാണ്. അതിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ്. ഈ ഓങ്കാര ശബ്ദം ഉണ്ടായതിന് ശേഷം മാത്രമാണ് നാം കാണുന്ന എല്ലാ സംഗതികളും, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഉണ്ടായതും ഉണ്ടാകുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. അങ്ങനെയുള്ള ആ പ്രപഞ്ച സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അതിൽ എല്ലാം ഒരു തത്വം, ഒരു പരമാർത്ഥം, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു ഭാവം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് സ്മോൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് അറ്റ് ഓൾ എ സ്മോൾ തിങ്. കൊച്ചു കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു കാര്യത്തിന് പരിപൂർണത ഉണ്ടാകുന്നത്. അതേസമയം ഈ പരിപൂർണത കൊച്ചു കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഉള്ളതാണെങ്കിൽ പോലും ഈ പരിപൂർണത എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യം അല്ല. അപ്പോൾ കൊച്ചു കാര്യങ്ങൾ ചേർക്കുമ്പോൾ, അതായത് ചെറിയ വെള്ളത്തുള്ളികൾ ചേർന്നാണ് നമ്മളുടെ അപാരമായ സമുദ്രമുണ്ടായതെന്നും ഈ കൊച്ചു മൺതരികൾ ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേ ചെറിയ തുള്ളികളാണ് ചേർന്ന് വലിയ സമുദ്രമായതും നമ്മളുടെ ഈ പ്രപഞ്ചം കൊച്ചു മൺതരികൾ ചേർന്നാണ് ഉണ്ടായതെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കൊച്ചു കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ധന്യമായ പ്രവൃത്തിയാണ്, ധന്യമായ ഒരു യാഥാർത്ഥ്യമാണ് പെർഫെക്ഷൻ, പരിപൂർണത എന്ന് പറയുന്നത്. അപ്പോൾ പരിപൂർണതയിലെത്താൻ നമ്മൾ പലപ്പോഴും ചെയ്യുകയും ത്യജിക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്രമേ നമുക്ക് പരിപൂർണത കൈവരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഏറ്റവും അത്യാവശ്യമായ മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ, പ്രൈമറി നെസസിറ്റീസിൽ ആദ്യം ഫുഡാണ് വരുന്നത്. അപ്പോൾ ഈ ഫുഡെന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് രുചികരമായി ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാക്കിൻ്റെ ഒരറ്റം മുതൽ തൊണ്ട വരെ എത്തുന്ന ആ സ്ഥാനം, ചെറിയ നീളത്തിൽ ഏകദേശം ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ വരെയുള്ള ആ സ്ഥലത്ത് മാത്രമാണ് ഈ രുചി എന്ന അനുഭവം ഉണ്ടാകുന്നത്. ആ രുചിയിലേക്കെത്താൻ, ആ ഒരു രുചി എന്നത് ഒരു പരമോന്നത സ്ഥാനത്തിലെത്താൻ, ഒരു പെർഫെക്ഷനിൽ എത്താൻ, ഒരു പരിപൂർണതയിലെത്താൻ നമ്മൾ എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. ഏതെല്ലാം തരത്തിലുള്ള രുചിക്കൂട്ടുകൾ ചേർത്തും ചാലിച്ചും അതിലേക്ക് ഇട്ടും കൂട്ടിയും കുറച്ചും രുചി നോക്കിയും എങ്ങനെ എന്തെല്ലാം ചെയ്താണ് നമ്മൾ ആ നാക്കിൻ്റെ രുചി, ആ കുറച്ച് സ്ഥാനത്തേക്കുള്ള ആ നാക്കിൻ്റെ രുചി പരിപൂർണതയിൽ എത്തിക്കുന്നത് എന്ന് നമ്മൾക്കെല്ലാം അറിയാം. അപ്പം അങ്ങനെ ഒരു പരിപൂർണത ഉണ്ടാകണമെങ്കിൽ കൊച്ചു കാര്യങ്ങൾ ചേർന്ന് തന്നെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ പ്രപഞ്ചം, ഇങ്ങനെയുള്ള പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന മനോഹരമായ സുന്ദരമായ ഈ പ്രപഞ്ചം കൊച്ചു കാര്യങ്ങളുടെ ചാലിച്ച് ചേർത്ത ഒരു സൗഭാഗ്യം തന്നെയാണ് എന്ന് നമ്മൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. അത് നമ്മൾ വിശ്വസിക്കണം. കൊച്ചു കാര്യങ്ങൾ ചേരുമ്പോൾ മാത്രമാണ് ഒരു കാര്യത്തിന് പെർഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ആ പെർഫെക്ഷൻ എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കുകയും സ്വീകരിക്കുകയും വേണമെന്ന് വെക്കുകയും വേണ്ട എന്ന് വെക്കുകയും ഒക്കെ വേണ്ടിവരും. അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ വലിയ മഹാത്മാവാകുക, വലിയ നേട്ടങ്ങൾ കൊയ്തു വലിയ ആളാകുന്നത് എപ്പോഴാണ്? അയാൾ ചെറിയ പ്രവൃത്തിയിലൂടെ മുന്നേറി അതിൽ നല്ല കാര്യങ്ങൾ എടുത്ത് ചേർത്ത് വെച്ച് കോർത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാപ്തിയാണ് മഹാത്മ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഗാന്ധിജിയുടെ കാര്യം തന്നെ നമുക്കൊന്ന് നോക്കാം. ഗാന്ധിജി എത്ര കാര്യങ്ങൾ, ഗാന്ധിജി
മഹാത്മാഗാന്ധിയായത് എപ്പോഴാണെന്ന് നമുക്ക് പലർക്കും അറിയാം. പല പല പ്രവൃത്തി സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പല പല കാര്യങ്ങൾ ചെയ്ത് മാത്രമാണ് അദ്ദേഹം മുന്നേറിയാണ് മഹാത്മാവായത്. അങ്ങനെ മഹാത്മാവായ ഗാന്ധിജിയുടെ ആ മഹാത്മാവ് എന്ന സൗന്ദര്യമായ ആ പേരിന് ഒരു തൂവൽ ചേർക്കാൻ, ഒരു തൂവൽ ചേർക്കാൻ ചെയ്ത ഒരു വലിയ പ്രവൃത്തി, നമ്മൾ പലപ്പോഴും ആരും അറിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അതായത് മഹാത്മാഗാന്ധി ഗാന്ധിജിയല്ല, കരംചന്ദ് ഗാന്ധിയാണ് പിന്നീട് മഹാത്മാഗാന്ധിയായത്. കരംചന്ദ് ഗാന്ധി ഇന്ത്യയെ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും പോയി എല്ലാം കണ്ടും കേട്ടും തിരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ 1915 എത്തിയിരുന്നു. 15 ജനുവരിയിൽ ആദ്യത്തെ മാസം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെത്തി. അപ്പോൾ അവിടെ നിന്നും അദ്ദേഹം ഇന്ത്യ കാണാൻ വരണമെന്ന ആഗ്രഹത്തോടുകൂടി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടപ്പോൾ ആദ്യം അദ്ദേഹം തമിഴ്നാട്ടിലാണ് വന്നത്. ആ തമിഴ്നാട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അന്ന് നല്ല ഉഷ്ണമുള്ള സമുദ്രമെല്ലാം പലതരത്തിൽ പറ്റിയ ഒരു കാലാവസ്ഥയുള്ള സമയമായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിലെ വൈഗാ നദിയുടെ തീരത്ത് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈഗാ നദിയുടെ തീരത്ത് പോയി. നദി വല്ലാതെ അങ്ങ് വറ്റിയിട്ടുണ്ടായിരുന്നു. നദിയുടെ കര ഒരുപാട് വിസ്തീർണത്തിൽ, ഒരു വീതിയിൽ ഉണ്ടായിരുന്നു. കാരണം വെള്ളം അങ്ങ് ദൂരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗാന്ധിജി തോന്നി ആ വെള്ളമുള്ള സ്ഥലത്ത് വരെ ഒന്ന് പോയി ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ ആ വെള്ളമുള്ള സ്ഥലത്ത് വരെ നദിയുടെ തീരത്തൂടെ നടന്ന് അവിടെ എത്തി. നോക്കിയപ്പോൾ വെള്ളം കാറ്റടിക്കുന്നുണ്ട്, നദിയിൽ നിന്നും നല്ല ചൂട് കാറ്റടിക്കുന്നുണ്ട്. അന്തരീക്ഷം മുഴുവൻ നല്ല ചൂടാണ്. ഗാന്ധിജി നല്ല സൂട്ടും കോട്ടും തലപ്പാവും മേൽമുണ്ടും ധരിച്ച വ്യക്തിയായിരുന്നു. ഗാന്ധിജി ഒരിക്കലും അർദ്ധനഗ്നനായ ആളെ ആയിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ആ ഫുൾ സൂട്ടിലാണ് ആ നദീതീരത്ത് അങ്ങനെ നിന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒന്ന് മേൽമുണ്ടഴിച്ച് ഈ നദിയിൽ മുക്കി ഇങ്ങനെ അന്തരീക്ഷത്തിലൊന്ന് കുടഞ്ഞാൽ ആ ഈർപ്പം കൊണ്ട് അന്തരീക്ഷത്തിൻ്റെ ചൂടൊന്ന് ശമിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ആ നദിയിലേക്ക് മേൽമുണ്ട് മുക്കി ഇങ്ങനെ കാറ്റത്തിങ്ങനെ വീശിയപ്പോൾ നല്ല സുഖം തോന്നി. കാറ്റത്തിങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികളിങ്ങനെ കാറ്റത്തിങ്ങനെ പാറി നടന്ന് ദേഹത്തോട്ടിങ്ങനെ വീഴുന്നതും ആസ്വദിച്ചങ്ങനെ അദ്ദേഹം നിന്നപ്പോൾ കുറച്ചു ദൂരെ അക്കരെയായി അദ്ദേഹത്തിൻ്റെ കണ്ണ് പതിച്ചു. അവിടെ ഒരു സ്ത്രീ, ഒരു മനോഹരിയായ ഒരു തമിഴ് മങ്ക നിൽക്കുന്നുണ്ടായിരുന്നു. ആരും കാണാത്ത മൂലയിൽ ആ തമിഴ് മങ്ക എന്താണ് ചെയ്യുന്നത് പറയട്ടെ. ആ തമിഴ് മങ്കയ്ക്ക് നല്ല സൗന്ദര്യമുണ്ടായിരുന്നു, നല്ല ശരീരഭംഗി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുവിലെ ചണ്ടാല പെണ്ണിലെ മാതങ്കി എന്ന ചണ്ടാല പെണ്ണ്, ആ ചണ്ടാലി പെണ്ണിനെ പോലെ മനോഹരമായ സൗന്ദര്യമായ ഒരു തമിഴകത്തെ മങ്കയായിരുന്നു അവിടെ നിൽക്കുന്നത്. അവരുടെ ചേലയുടെ പകുതി അഴിച്ച് പകുതി കൊണ്ടും നഗ്നത മറച്ച് വെള്ളത്തിൽ മുക്കി ആ പകുതി ഭാഗം വൃത്തിയാക്കി, ആ വൃത്തിയാക്കിയ ഭാഗം ഉണക്കാനിട്ട് മറ്റേ ഭാഗം ഭാഗം ഉണങ്ങുന്നതുവരെ കാത്തിരുന്നു. അത് ഉണങ്ങിയപ്പോൾ അത് ഉടുത്ത് നഗ്നത പറ്റുന്നത്ര മാറിടം മറച്ച് ആ മറ്റേ ഭാഗം കഴുകാൻ ശ്രമിക്കുന്നതാണ് ഗാന്ധിജി കണ്ടത്. ഗാന്ധിജിക്ക് മനസ്സിൽ അത് കണ്ടപ്പോൾ ഗാന്ധിജി വല്ലാതെ ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. അവർ വളരെ പാടുപെടുന്നുണ്ടായിരുന്നു അവരുടെ നഗ്നത മറക്കാനും അവരുടെ മാറിടം മറക്കാനും. അവർ നല്ല സൗന്ദര്യമുള്ള നല്ല യൗവനയുക്തയായ സ്ത്രീയായിരുന്നു. ഗാന്ധിജി അവരെ നോക്കി. അവർ അങ്ങനെ ഒരു വശം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റേ വശം ആ ഉണങ്ങിയ വശം ഉടുത്ത് മറ്റേ വശം വൃത്തിയായി കഴുകുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ മനസ്സിൽ അപ്പോൾ തോന്നിയ വികാരം എന്തെന്ന് ഞാൻ പറയട്ടെ, കരുണ എന്ന വികാരം. അതായത് ഒരു മനുഷ്യൻ്റെ വേദനയിൽ, ഒരു മനുഷ്യൻ്റെ പരിതാപത്തിൽ നമ്മളുടെ മനസ്സ് വലുതാകുന്ന ആ വികാരത്തെയാണ് നമ്മൾ കാരുണ്യം എന്ന് പറയുന്നത്. ഗാന്ധിജിക്ക് തോന്നിയത് കാരുണ്യമാണ്. നമ്മളുടെ ഈ സമൂഹത്തിൽ അങ്ങനെയൊരവസ്ഥ കണ്ടാൽ എന്താണ് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരുണ്യമല്ല അവിടെ തോന്നുന്നത്. ഒരിക്കലും കാരുണ്യം തോന്നുന്ന ഒരു മനോഭാവവും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗാന്ധിജി എന്ന ആ മനുഷ്യൻ മഹാത്മാവായത് അവിടെയാണ്. അവിടെ
കാരുണ്യമുണ്ടായി. ആ സ്ത്രീയിൽ ഒരു കാരുണ്യം, ഗാന്ധിജിയുടെ മനസ്സ് ഗാന്ധിജി അറിയാതെ അങ്ങ് വലുതായി ആ സ്ത്രീയിലേക്ക് ഒരു കാരുണ്യം ഉണ്ടായി. ഗാന്ധിജി വളരെ നേരം നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്നു. എന്നിട്ട് എന്ത് ചെയ്താണെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മേൽമുണ്ടും തലപ്പാവും അഴിച്ച് ചുരുട്ടി വെള്ളത്തിലേക്ക് അങ്ങ് ദൂരെ എറിഞ്ഞു കൊടുത്തു. വൈഗാനദിയും സന്മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി ആ ഒഴുക്കിൽ അങ്ങനെ ആ വസ്ത്രത്തെ ഒഴുക്കി ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വൈഗാനദിക്കും ആ കാരുണ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിക്ക് തോന്നിയ ആ കാരുണ്യം ആ സ്ത്രീയുടെ അടുത്ത് ആ വസ്ത്രം ആ തുണിക്കെട്ടെത്തിയപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ, വളരെ കൃതജ്ഞതയോടെ, വളരെ നന്ദിയോടെ ആ വസ്ത്രം 2 കൈയും നീട്ടി എടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞ് ഉണക്കാൻ ഇടുന്ന ഒരു രംഗം ഗാന്ധിജി കണ്ടു. ഗാന്ധിജിക്ക് മനസ്സിലായി ആ സ്ത്രീക്ക് ഉടുമുണ്ടിന് മറുമുണ്ടില്ലായിരുന്നു എന്നത് ഒരു പരമാർത്ഥമാണെന്ന്. അങ്ങനെ ഒരു ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടെന്നും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും ഗാന്ധിജി അവിടെ തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഗാന്ധിജി ഉറക്കെ മനസ്സിൽ പ്രഖ്യാപിച്ചു, ഈ ഭാരതം എന്ന രാജ്യത്ത് ഒരു ഉടുമുണ്ടിന് മറുമുണ്ട് ഉണ്ടാകുന്നതുവരെ, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉടുമുണ്ടിന് മറുമുണ്ടാകുന്നതുവരെ ഞാൻ ഇനി മേൽമുണ്ട് ധരിക്കുകയില്ല. അന്ന് മുതലാണ് ഗാന്ധിജി അർദ്ധനഗ്നനായത്. അപ്പോൾ ഗാന്ധിജിയുടെ ആ നല്ല പ്രവൃത്തി, ഗാന്ധിജിയുടെ നല്ല പേരിൻ്റെ മുൻപിൽ മഹാത്മാവ് എന്ന് ചേർക്കാൻ പല പ്രവൃത്തികളും ഉണ്ടായതിൽ ഏറ്റവും മഹത്തരമായത് അത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു സ്ത്രീയുടെ അവർ ആ നഗ്നത മറക്കാൻ വളരെ പാടുപെടുന്നുണ്ടായിരുന്നു. ആ പാടുപെടൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. എന്നിട്ടും അവർ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി ആ പകുതി ഭാഗം കൊണ്ട് നഗ്നത മറച്ച് പകുതി കഴുകി ഉണക്കുന്ന ആ രംഗം ഗാന്ധിജിയുടെ മനസ്സിൽ വല്ലാതങ്ങ് സ്പർശിച്ചു. അപ്പോൾ അങ്ങനെ ആ സ്പർശിച്ചപ്പോൾ ഗാന്ധിജിക്ക് വല്ലാത്ത വേദനയും സഹതാപവും കാരുണ്യവും തോന്നി. നമ്മൾ എല്ലാവരും കാരുണ്യമുള്ളവരായിരിക്കണം. നമ്മുടെ മനസ്സിൽ നമുക്ക് മുമ്പിൽ കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും വേദനയും വിഷമവും ഉണ്ടാകുമ്പോൾ അതിൽ ആഹ്ലാദിക്കാനോ അതിൽ വല്ലാതങ്ങ് സന്തോഷിക്കാനോ പോകരുത്. നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ മനസ്സിലേക്ക് അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം എന്നാണ് ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ആ ചണ്ടാല ഭിക്ഷുകി ബുദ്ധഭിക്ഷുവിന് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അവസാനം കുമാരനാശാൻ ആ ചണ്ടാല ഭിക്ഷുക്ക് ഒരു സ്തുതിഗീതം പാടിയിരുന്നു. എന്താണെന്നല്ലേ, പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. അതെ, കുമാരനാശാൻ പാടി പറഞ്ഞു. അതായത് ഈ പുണ്യശാലിനിയായ ഈ സ്ത്രീ ആ ബുദ്ധഭിക്ഷുവിന് കൊടുത്ത ഓരോ തുള്ളി വെള്ളവും, ആ ഓരോ തുള്ളി വെള്ളത്തിലും ആ ബുദ്ധഭിക്ഷുവിൻ്റെ ദാഹം തീർക്കാൻ കൊടുത്തതാണ്. ദാഹം മാത്രമല്ല, ആ ബുദ്ധഭിക്ഷുവിന് ആ പെണ്ണിൽ അനുരാഗമുണ്ടായിരുന്നു, അതും തീർത്തു കൊടുക്കുകയായിരുന്നു. ആ വെള്ളത്തിൻ്റെ ഓരോ തുള്ളിയും, ആ ഓരോ തുള്ളിയും അതിൽ എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നുണ്ടാകും, ദൈവങ്ങൾ അർപ്പിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് കുമാരനാശാൻ പാടിയത്. അത് തന്നെയാണ് ഗാന്ധിജിക്കും കിട്ടിയത്. ആ തമിഴകത്തെ മങ്കയ്ക്ക് വസ്ത്രത്തിനായി ഉടുമുണ്ടിന് മറുമുണ്ടില്ലാത്ത ആ മങ്കയ്ക്ക് ഒരു വസ്ത്രം, തൻ്റെ കയ്യിലിരുന്ന വസ്ത്രം എറിഞ്ഞ് പുഴയിലൂടെ ഒഴുകിക്കൊടുത്തപ്പോൾ ഗാന്ധിജിക്ക് കിട്ടിയ സായുജ്യം എണ്ണമറ്റ സുഹൃതഹാരങ്ങൾ തന്നെയാണ്. ആ സുഹൃതഹാരങ്ങളാണ് ഗാന്ധിജിയുടെ പേരിൽ ഒരു മഹാത്മാവ് എന്ന തൂവൽ കൂടി തുന്നിച്ചേർത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കാരുണ്യത്തിൻ്റെ അവതാരങ്ങളായി തന്നെ എന്തെങ്കിലും നമുക്ക് കഴിയുന്ന സ്നേഹം, നമുക്ക് കഴിയുന്ന സഹായം നമ്മൾ മറ്റുള്ളവരേക്ക് അർപ്പിക്കുന്നതിന് ഒരു മടിയും കാണിക്കരുത്. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്ത് തന്നെയാണ് ഗാന്ധിജി മഹാത്മാവ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ, ചെറിയ നല്ല കാര്യങ്ങളിലൂടെ തന്നെയാണ് മനുഷ്യൻ ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും നല്ല പേരിലേക്കും എത്തുന്നത് എന്ന് മനസ്സിലാക്കണം.
നമ്മളിപ്പോൾ സൈലാസിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സൈലാസിൻ്റെ അച്ഛൻ മരിച്ചു. സൈലാസിൻ്റെ അച്ഛൻ്റെ ശവസംസ്കാരം കഴിഞ്ഞു. അമ്മയും മകനും ഒറ്റക്കായി. അങ്ങനെ ആ സംസ്കാരം കഴിഞ്ഞപ്പോൾ സൈലാസ് എന്ന കുട്ടി അച്ഛൻ്റെ പേരുകൂടി സൈലാസിൻ്റെ പേര് ചേർത്തു. അങ്ങനെ സൈലാസ് എന്ന 13 വയസ്സുകാരൻ സൈലാസ് മാർണറായി. സൈലാസ് മാർണറും അമ്മയും ആ കുടിലിൽ തനിച്ചായി. മാത്രവുമല്ല, ജീവിക്കാൻ ഒരു മാർഗവുമില്ല. അച്ഛൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് സൈലാസ് മാർണർക്ക് കിട്ടിയത് വെറും 13 കാശായിരുന്നു. ഈ കാശെന്ന് പറയുന്നത് 1 രൂപയുടെ ഏറ്റവും ചെറിയ ഒരു അംശമാണ്. അതായത് 12 കാശ് ചേരുമ്പോഴാണ്, എൻ്റെ കാലഘട്ടത്തിൽ കുഞ്ഞു വയസ്സിൽ ഞാൻ അറിഞ്ഞ കാര്യമാണ്, അനുഭവിച്ച കാര്യമാണ്. 12 കാശ് തീരുമ്പോൾ ഒരണയാകും. ഈ ഒരണ എന്ന് പറയുന്നത് 12 അണ ചേരുമ്പോഴാണ് 1 രൂപ എന്ന് പറയുന്നത്. ഇന്നത്തെ 1 രൂപയാകണമെങ്കിൽ അന്നത്തെ 12 അണ ചേരണം. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു നാണയമാണ് അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടായത്, 1 രൂപയും 1 കാശും. ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ്റെ സമ്പാദ്യമായി അയാൾക്ക് കിട്ടിയത്, സൈലാസിന് കിട്ടിയത്, സൈലാസ് മാർണർക്ക് കിട്ടിയത് 13 കാശായിരുന്നു. ഈ കാശ് അവൻ അമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, ഇതാണ് നമ്മളുടെ അച്ഛൻ്റെ സമ്പാദ്യമെന്ന്. അത് അച്ഛൻ്റെ സമ്പാദ്യമായിരുന്നില്ല. അവൻ ആ ചണം വിൽക്കുന്ന കടക്കാരൻ്റെ കയ്യിൽ നിന്നും കടം മേടിച്ചതിൻ്റെ ബാക്കിയായിരുന്നു. അവൻ്റെ മനസ്സിൽ അന്നു മുതൽ ഒരു വേദന വല്ലാതെ ഉണ്ടായി. പണം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും കടം വാങ്ങിക്കേണ്ടി വന്നത് എന്ന് ആ കൊച്ചു മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, കാശുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ധന്യമാക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. നമ്മൾ നല്ലതുപോലെ പരിശ്രമിച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കണം. കാശ് തന്നെയാണ് ഏറ്റവും വലുത്. ലോകത്തിൽ ഏറ്റവും വലിയ കാര്യം പണം തന്നെയാണെന്ന് ആ 13 വയസ്സുകാരൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, നമുക്ക് പണം തന്നെയാണ് വേണ്ടത്, എങ്കിലും നീ പണമുണ്ടാക്കണം എന്ന ആർത്തിയിൽ അച്ഛൻ്റെ പണി സ്വീകരിക്കരുത്, പഠിക്കണം. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് നിനക്ക് പണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വേണ്ട അമ്മ, അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ചെയ്യാൻ ആരോഗ്യമുള്ള ആളല്ല. ഞാൻ അച്ഛൻ്റെ പണി ചെയ്ത് ഞാൻ ഈ പണം ഉണ്ടാക്കും. പണം മാത്രം മതി എന്ന ഒരാഗ്രഹം ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെ ദൃഢമാവുകയാണ്. പണത്തിൻ്റെ മൂല്യം, പണമില്ലാത്തതിൻ്റെ വിഷമം, ദുഃഖമെല്ലാം ഒരു രാത്രി കൊണ്ട് നല്ലതുപോലെ അനുഭവിച്ച ആ കുട്ടി അമ്മയുടെ മുൻപിൽ വളരെ വളരെ വേദനയോടെ പറഞ്ഞു, ഞാൻ നാളെ മുതൽ അച്ഛൻ്റെ ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സൈലാസ് എന്ന കുട്ടി സൈലാസ് മാർണറായി ലിനൻ വീവറാവുകയാണ്. 13ാമത്തെ വയസ്സിൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരം തരിയിലേറ്റ് വെച്ച്, അമ്മയെ സംരക്ഷിക്കാനുള്ള ഭാരം തരിയിലേറ്റ് വെച്ച് ആ മകൻ സൈലാസ് എന്ന കുട്ടി, സൈലാസ് മാർണറായ കുട്ടി ഒരു ചണം വീവറായി മാറുകയാണ്. ബാക്കി കഥയുടെ ബാക്കി കാര്യം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം. എനിക്ക് എല്ലാവരോടുമായി ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.